എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാവുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പിന്നെ ഇപ്പൊ പറഞ്ഞ് പെട്ടെന്നൊരു കല്യാണം കൂടെ. എന്റെ അമ്മാവ അതൊക്കെ വീട്. അമ്മാവന്റെ ഈ ഒരു വാക്കേട്ട് തന്നെയാ എന്റെ സമാധാനം. എന്നായാലും മായ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ ഈ വാക്കില്ലേ, അത് മതി അമ്മാവ എനിക്ക്. എന്നിരുന്നാലും ഞങ്ങളുടെ വിവാഹം ഉടനെ നടത്താൻ അമ്മാവൻ മുൻകൈ എടുക്കണം. സ്വർണം, പണം അങ്ങനെയൊന്നും എനിക്കോ എന്റെ അമ്മയ്ക്കോ വേണ്ട. എന്റെ മായ അമ്മാവനും മാമിയും പൂർണ്ണ സമ്മതത്തോടെ ഇങ്ങ് തന്നാ മാത്രം മതി. അവന്റെ വാക്കുകൾ കേട്ടതും മാധവന്റെ കണ്ണുകൾ വിടർന്നു. താൻ വിചാരിച്ച പോലെ ഇവൻ കുഴപ്പക്കാരനൊന്നുമില്ല. എന്തുകൊണ്ടും മായക്ക് അനുയോജ്യനായവൻ ഇവൻ തന്നെയാണ്. അമ്മാവ എന്താ ഇത്ര ആലോചന? ഏയ്, അങ്ങനെ ആലോചനയൊന്നുമില്ല. നിന്റെ ഇഷ്ടതാണെങ്കിൽ നമുക്ക് ഉടനെ നടത്താം. ഞാനൊന്ന് ശോഭയോടും മായയോടും സംസാരിക്കട്ടെ. മായയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നീ പരമാവധി അവളുടെ മനസ്സിൽ നല്ലൊരാളാവാൻ ശ്രമിക്കണം. എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പാവില്ലേ? അതിനമ്മാ വിഷമിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട്. ശരിയമ്മാ, എടാ ഞാൻ അങ്ങോട്ട് വന്നോളാം. അതെ, നാളെ വീട്ടിൽ ശില്പയും ശ്രീമോനും വരുന്നുണ്ട്. ശ്രീഹരിക്ക് എന്തൊക്കെയോ തിരക്കുണ്ടായിട്ട് ഇതുവരെ അങ്ങനെ വീട്ടിൽ വിരുന്നൊന്നും വന്നിട്ടില്ല. നാളെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീയും അമ്മയും രാവിലെ ഇങ്ങനെ പോര്. അത് ഞാൻ ഏറ്റവും അമ്മാവാ, ഞങ്ങൾ വന്നോളാം. എന്നാ ഞാൻ പോയി. പ്രശാന്തിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം വീട്ടിലുള്ള വഴിയിലേക്ക് വണ്ടി തിരിച്ചു. പ്രശാന്തിന്റെ കഴുകൻ കണ്ണുകൾ അയാളുടെ പിന്നാലെ പാഞ്ഞു. അപ്പോഴും അദ്ദേഹം അറിയാത്തൊരു സത്യമുണ്ട്. സ്വന്തം മകൾ തന്റെ ജീവന് വേണ്ടിയാണ് സ്വന്തം ഇഷ്ടങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തതെന്ന്. അതേപോലെ ഒരു കഴുകന്റെ കയ്യിലേക്കാണ് ഇനി മോളെ ഏൽപ്പിക്കാൻ പോകുന്നതെന്നും. ഏട്ടാ, രാവിലെ തന്നെ റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി നേരെ ഇന്ദ്രൻ പോയത് ശ്രീഹരിയുടെ റൂമിലേക്കാണ്. ഡോറ് തുറന്നു കിടക്കുന്ന കണ്ട ഇന്ദ്രൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. ഏട്ടാ, ഇന്ദ്രൻ ഉച്ചത്തിൽ വിളിച്ചു. എന്താ ഇന്ദ്രേട്ട ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഒരു റൂമിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദയില്ലേ? ആദ്യത്തെ പോലെ എപ്പോഴും ഏട്ടനെ വിളിച്ച് റൂമിലേക്ക് വരാൻ പറ്റുമോ? ഇനി ഇന്ദ്രേട്ട ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ശില്പയുടെ സംസാരം കേട്ടതും ഇന്ദ്രൻ വല്ലാതെയായി. എന്തോ ഏട്ടന്റെ മാരേജ് കഴിഞ്ഞൊക്കെ മറന്നപോലെ തോന്നിപ്പോയി. സോറി ശില്പ, ഞാൻ അറിയാതെ. അവൻ വേഗത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശില്പയോ? ശില്പയല്ല, ഏടത്തി. ഇന്ദ്രേട്ടന്റെ ഏട്ടന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ ഏടത്തിയാണ് ഞാൻ. പണ്ടത്തെ പോലെ ശില്പ എന്ന് വിളിക്കുന്ന പോയിട്ട് പറയുക ചെയ്യരുത്, മനസ്സിലായോ? ഓക്കെ, സോറി എടുത്തി. ഡാ ഇന്ദ്ര, എന്താ ഇവിടെ? ആർക്കിടയിലേക്ക് അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ശ്രീഹരി കടന്നു വന്ന്. ആവുന്നില്ല ഏട്ടാ. ഏട്ടാ റെഡി എടുത്ത് താഴേക്ക് വാ, ഞാൻ താഴെ ഉണ്ടാവും. അതും പറഞ്ഞ ഇന്ദ്രൻ വേഗത്തിൽ താഴേക്ക് ഓടിയിറങ്ങി. എന്താ ശില്പ കാര്യം? അവനെന്താ വല്ലാതെയത്? എനിക്കറിയില്ല ശ്രീയേട്ടാ. പിന്നെന്തായിരുന്നു ഇവിടെ ഒരു ബാളം? നീ എന്തെങ്കിലും പറഞ്ഞ അവനെ? ഞാനെന്ത് പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് വാ. വൈകിട്ട് നേരത്തെ വരാം, എന്നിട്ട് പോകാൻ വീട്ടിലേക്ക് പോരെ? ഓക്കെ ശ്രീയേട്ടാ, അപ്പോഴേക്കും ഞാൻ റെഡി ആയിക്കോളാം. ഓക്കെടാ. ആളോട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇന്ദ്രൻ ഹാളിലെ സോഫയിൽ എന്തോ ആലോചനയിൽ ഇരിപ്പായിരുന്നു. ഡാ, എന്താണ് ഇത്ര ആലോചന? ശ്രീഹരിയുടെ ശബ്ദം കേട്ടതും ഇന്ദ്രൻ സോഫയിൽ നിന്ന് പിടഞ്ഞ് എഴുന്നേറ്റു. ഏട്ടാ, എന്താണ് നിനക്ക് പറ്റിയത്? അവന്റെ വെപ്രാളം കണ്ട് ശ്രീഹരി ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഏട്ടാ വാ, ഇപ്പൊ തന്നെ ലേറ്റായി. അതും പറഞ്ഞ് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി. അവന് എന്ത് പറ്റിയെന്ന ചിന്തയിൽ അവന് പിന്നാലെ ശ്രീഹരിയും. മായ അന്ന് ദിവസം ലീവ് എടുക്കേണ്ടെന്നായിരുന്നു കരുതിയിരുന്നത്. ശ്രീയേട്ടൻ കഴിയുന്നത് മുഖം കൊടുക്കാതിരിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ 1-2 തവണയാണ് അവര് വീട്ടിൽ വന്ന്. അത് പെട്ടെന്ന് വന്ന് അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഇതിപ്പോ താമസിക്കാനുള്ള വരവാണ്. ആ കൂടെ അവൾക്ക് വല്ലായ്മ തോന്നി. ലീവ് എടുത്താലും വൈകിട്ട് കാണുമല്ലോ, അതോർത്ത് അവൾ വീട്ടിൽ തന്നെ നിന്നു. അമ്മയും അച്ഛനും ലീവ് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ശ്രീഹരിയെ കാണുന്നതിനേക്കാൾ അവൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് പ്രശാന്ത് രാവിലെ തന്നെ എത്തിയേണ്ടിട്ടാണ്. തന്നെ ചുറ്റിപ്പറ്റി എല്ലായിടത്തും അവന്റെ കണ്ണുകൾ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഓരോന്നോർക്കുമ്പോഴും അവളുടെ ഹൃദയം പൊള്ളിപ്പിടഞ്ഞു. വല്ലാത്തൊരവസ്ഥയിൽ പെട്ടതുപോലെ അവൾ നീറി. മോനെ ശ്രീ, നിങ്ങളോടൊക്കെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയതാണ്. അപ്പോഴാണ് മാധവൻ സംസാരിക്കാനുള്ള വിഷയം എടുത്തിട്ട് പ്രശാന്തും അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. എന്തെങ്കിൽ ശ്രീഹരി അദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു. അത് നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി മായ കൂടി നല്ലൊരാളെ ഏൽപ്പിച്ച് എനിക്കൊരു സമാധാനമാവുമായിരുന്നു. മാധവന്റെ സംസാരം കേട്ടതും ശ്രീഹരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അതേപോലെ വാതിൽ മറവിൽ ശിവയെ കൂടി നിൽക്കുന്ന മായയുടെ നെഞ്ചും. മായയുടെ നെഞ്ചിലെ നീറ്റലിന്റെ ആഴ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രീഹരിയുടെ മുഖം മാറിയത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ശില്പയുമായും പ്രശാന്തും പരസ്പരം നോക്കി. പ്രശാന്ത് ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ അവൾ നോക്കി കണ്ണടച്ചു. ശ്രീഹരിയുടെ മുഖം കണ്ടപ്പോഴേ പ്രശാന്തിന്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു. അന്നൊരിക്കൽ താനിവിടെ വന്നപ്പോൾ എന്റെ പെണ്ണിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് തനിക്കിട്ട് തന്നവനാ. അതിന്റെ ചൂട് ഇന്നിവരെ മാറിയില്ല. ഒന്ന് തിരിച്ചു കൊടുക്കാനായില്ലെങ്കിലും ഒരു പണി കൊടുക്കാൻ അന്നേ ആഗ്രഹിച്ച് നിന്നതാ. അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മോനെ, ഇനി എന്റെ ഊഴ. തന്റെ പെണ്ണ് ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശാന്തിന്റെ കയ്യിൽ വെറും കളിപ്പാവയാൻ പോവാ. ഞാൻ തൊടുക മാത്രമല്ല, എനിക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്യുകയും ചെയ്യും. കാത്തിരുന്ന് കണ്ടോ ശ്രീഹരി നീ?
പ്രശാന്ത് ശ്രീഹരിയെ നോക്കി പല്ലിറിമി. മോനെ, നീ എന്താ ഒന്നും പറയാത്ത? ഞാനെന്ത് പറയാനെങ്കിൽ എനിക്കതിൽ അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്കിൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. അത് കേട്ടത് അതുവരെ മുഖമായി നിന്നിരുന്ന ശില്പയുടെ മുഖമൊന്ന് തെളിഞ്ഞു. അതെ അച്ഛാ, ചേച്ചിയുടെ കാര്യം അച്ഛൻ തീരുമാനിച്ചോളൂ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ചിരിയോടെ ശില്പയെ ഏറ്റുപിടിച്ചു. ആ, എന്നാ നമുക്കതങ്ങ് തീരുമാനിക്കാം. തീരുമാനിച്ചോ അച്ഛാ? എന്തായാലും ചെക്കനെ തപ്പിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേ ഇങ്ങനെ ഒരു ഭാഗത്ത് നിപ്പല്ലേ കൊച്ചു കള്ളൻ. ശില്പ ചിരിയോടെ പറഞ്ഞ ശ്രീഹരി ഞെട്ടലോടെ നോക്കി. ആര്? ഒന്നും മനസ്സിലാവാതെ അവൻ എല്ലാവരെയും നോക്കി. മറ്റാര് ശ്രീയേട്ട? ദേ നിൽക്കുന്നത് പ്രശാന്ത് ഏട്ടൻ. ഏട്ടന് കുഞ്ഞുനാൾ മുതൽ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നും പറയാതെ മനസ്സിൽ വെച്ചങ്ങ് നടന്നു അല്ലേ ഏട്ടാ? അത് പിന്നെ ഞാൻ പ്രശാന്ത് നിന്ന് പരിങ്ങി. മതി മതി, ഇനിയും ഇങ്ങനെ നിന്ന് പരിങ്ങണ്ട, ഉടനെ അങ്ങ് നടത്തിയേക്കാം. മാധവൻ പ്രശാന്തിന് നിൽപ്പുണ്ടോ പറഞ്ഞു. അത് കേട്ടത് അവിടെ കൂടുന്ന ഓരോരുത്തരുടെയും മനസ്സിറഞ്ഞു. മൂന്നാൾ ഒഴികെ ശ്രീഹരിയുടെയും മായയുടെ ഉള്ളിൽ ഒരു കടലോളം വേദന നിറഞ്ഞു തുളുമ്പി. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും. തന്റെ ചേച്ചി ഒരു വൃത്തിയിട്ടവന്റെ കയ്യിലേക്ക് എത്തിപ്പെടുന്നോർത്ത് ശിവയുടെ ഹൃദയവും തേങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീഹരിയുടെ മിഴികൾ എന്തിനെന്നറിയാതെ മായയെ തേടിക്കൊണ്ടിരുന്നു. പക്ഷേ അവളുടെ നിഴൽ പോലും തന്നെ കൺവട്ടത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. പ്രശാന്തിന്റെ മുഖം കാണുന്തോറും ശ്രീഹരിയുടെ ഞരമ്പുകളൊന്നാകെ ഉയർന്നു. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ അവൾ നിന്നുരുകി. രാത്രി എന്നും വരുന്നതിലും വൈകിയായിരുന്നു ഇന്ദ്രൻ വീട്ടിലേക്ക് വന്ന്. കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി നേരെ ഹാളിലേക്ക് നടന്നു. സോഫയിൽ TV കണ്ടിരുന്ന യശോദ എഴുന്നേറ്റു. മോനെ. ഇന്ദ്രൻ അമ്മയെ നോക്കി മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും അവർ പിന്നാലെ എത്തിയിരുന്നു. നീ എന്തേടാ വൈകിയേ? അത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അമ്മേ. ആണോ? എന്നാ ഡ്രസ്സ് മാറ്റിവാ, ഭക്ഷണം എടുക്കാം. വേണമേ, ഞാൻ കഴിച്ചു. അമ്മ പോയി കിടന്നോളൂ. ആ പിന്നെ നിന്നെ മുത്തശ്ശൻ കാണുന്നത് പറഞ്ഞിട്ടുണ്ട്. നീ വന്ന റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ആയിക്കോട്ടെ, ഞാൻ കണ്ടോളാം. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. തന്റെ റൂമിലേക്ക് തിരിയവേ അവൻ നേട്ടന്റെ റൂമിന്റെ നേരെ നോക്കി അടഞ്ഞു കിടക്കുന്നു. അവനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഇനിയും താനിങ്ങനെ ടെൻഷനാവുന്ന എന്തിനാ? തന്റെ ഭാഗത്തല്ലേ തെറ്റ്? ഇത്രയും നാൾ ഒരു മനസ്സായി നടന്ന ഏട്ടനും താനും ഇപ്പോൾ ഏട്ടനൊരു കുടുംബമായി. അപ്പൊ അതിൻ്റെതായ മര്യാദ താൻ പാലിക്കണ്ടേ? ഏത് സമയം എപ്പോഴും കടന്നില്ലാൻ കഴിയുമോ അവിടേക്ക്? അത് ഓർക്കണ്ടേ? ആളു പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇന്ദ്രൻ തലയൊന്ന് കുടഞ്ഞു. ഓരോരുത്തർക്കും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. അത് അംഗീകരിക്കാൻ പഠിക്കണം. അത് ഞാനും പഠിക്കണം. അത്രയേ ഉള്ളൂ. അയ്യോ, മുത്തശ്ശൻ കാണുന്നു പറഞ്ഞല്ലോ. ഇന്ദ്രൻ ഫ്രഷ് ആവാൻ നിൽക്കാതെ താഴേക്ക് തന്നെ ഇറങ്ങി നേരെ മുത്തശ്ശന്റെ റൂമിലേക്ക്. അവൻ സമ്മതിക്കോ? ഇത് സമ്മതിക്കും, നീ നോയിക്കോ. എനിക്ക് തോന്നില്ല കേട്ടോ. അതല്ല ഉമ്മ, അവള് പ്രശ്നം ഉണ്ടാക്കൂലേ? ശ്രീകുട്ടി അവളൊരു പാവല്ലേ? എന്റെ ജാനകി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തല്ലേ. ഒന്നടങ്ങ്, അവനൊന്ന് വന്നോട്ടെ. മുത്തശ്ശ, ദേ അവൻ വന്നിട്ടുണ്ട്, നീ പോയി വാതിലോർക്ക്. ശ്രീധരൻ പറഞ്ഞു. ജാനകി പോയി വാതിൽ തുറന്നു. ആ മുത്തശ്ശി ഉറങ്ങിയിരുന്നോ? ഞാൻ കുറച്ച് വൈകിപ്പോയി. ഉറങ്ങിയില്ലടാ മോനെ, നീ കയറുവാ. മുത്തശ്ശൻ പറയുന്നിട്ട് അവൻ റൂമിലേക്ക് കടന്നു. നീ ഇരിക്ക്. ഇന്ദ്ര അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. മോനെ ഇന്ദ്ര, ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നടക്കില്ലെന്ന് മാത്രം എൻ്റെ പൊന്നുമോൻ പറയരുത്. എന്താ മുത്തശ്ശ? എന്നോട് മുത്തശ്ശന് എന്തും പറയാലോ, അതിനൊരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല മോനെ, ഇത് നിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മോൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്നാ മുത്തശ്ശ ഇങ്ങനെ? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ. ഇന്ദ്ര മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ കാര്യം അങ്ങോട്ട് പറയേ മോനെ, വിഷമിക്കാതെ. പറയാം. കാര്യം മറ്റൊന്നല്ല, മായയെ നീ കല്യാണം കഴിക്കണം. എന്റെ ഇന്ദ്രന്റെ പെണ്ണായി മായ ഈ ശ്രീമംഗലത്തേക്ക് കയറി വരണം. മുത്തശ്ശ! കേട്ടത് വിശ്വസിക്കാനാവാതെ ഇന്ദ്രൻ സോഫയിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. മോനെ ഇന്ദ്ര, മുത്തശ്ശൻ വേദനയോടെ വിളിച്ചു. മുത്തശ്ശ, ഈ ഒരു കാര്യമില്ലാതെ മറ്റെന്തും മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ അനുസരിക്കാം. ഇനി മരിക്കണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ ഇത് മാത്രം എനിക്ക് വയ്യ മുത്തശ്ശ. മുത്തശ്ശൻ കിടന്നു, സമയം ഒരുപാട് വൈകി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. അതും പറഞ്ഞ് ഇന്ദ്രൻ വേഗത്തിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അവൻ സമ്മതിക്കില്ല എന്ന്. അവന്റെ മനസ്സിൽ ശ്രീകുട്ടി മോളാ. പെട്ടെന്ന് അവൻ മറന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊന്നും അവന് കഴിയില്ല. ശ്രീമോന്റെ ജീവിതം തന്നെ അവന്റെ ഇഷ്ടം നോക്കാതെ തീരുമാനം എടുത്തു. അത് അവനൊന്നും പറയാൻ സമ്മതിച്ചു. അതേപോലെ ഇന്ദ്രന്റെ ജീവിതം കൂടെ ഇങ്ങനെ ആക്കണോ? അവന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ജാനകി, നിങ്ങൾ വിഷമിക്കാൻ പറഞ്ഞല്ല. പിള്ളേരെ മനസ്സ് നല്ലോണം അറിയാതെ നമ്മൾ ഇഷ്ടത്തിന് തീരുമാനം എടുക്കരുത്. അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കിയുള്ളൂ. ശരിയാ. എന്നാലും ആ കുട്ടി എല്ലാം വിധിയാണെന്ന് സമാധാനിക്കാം അല്ലേ? അതെ, ആ കുട്ടിയുടെ വിധി പോലെ നല്ലൊരു ചെക്കനെ കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇനി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അവനോടൊന്നല്ല ആരോടും സംസാരിക്കില്ല. പോരെ? ആ, അത് മതി. ശ്രീകുട്ടിയുടെ പഠിത്തം കഴിഞ്ഞ ഉമയോടും സത്യനോടും സംസാരിച്ച് നമുക്ക് അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാം. അത് മതി. ശരി,
എന്നാ താൻ വന്ന് കിടക്കാൻ നോക്ക്, സമയം ഒരുപാട് വൈകി. ശ്രീധരൻ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. മായക്ക് അന്ന് രാത്രി ഉറക്കമേ വന്നില്ല. തൊട്ടടുത്ത് തന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ശിവ എപ്പോഴേ ഉറക്കത്തെ കൂട്ടുപിടിച്ചിരുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ ശ്രീയേട്ട ഉള്ളത് ആളുടെ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റിൽ കോർത്തു വലിച്ചു. ഇത്രയും ദിവസം പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇന്നൊരു ചുമരിനപ്പുറത്തേക്ക് കിടക്കുന്ന ശ്രീയേട്ടന്റെ ശ്വാസം പോലും തന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന അവസ്ഥ അവളിൽ കൂടെ കടന്നുപോയി. അത്രമാത്രം സ്നേഹിച്ചവരല്ലേ, അതും പ്രാണനേക്കാൾ. തന്റെ കണ്ണു നിറഞ്ഞാൽ ആ ഹൃദയം നേർന്ന എത്രയോ തനിക്ക് അനുഭവപ്പെട്ട സത്യങ്ങളല്ലേ. എന്തിനായിരുന്നു ഞാൻ എന്റെ ശ്രീയേട്ടനെ തട്ടിമാറ്റിയത്? കാര്യങ്ങൾ ശ്രീയേട്ടനോടെങ്കിലും തുറന്നു പറയായിരുന്നില്ലേ? എന്തിനാണ് തന്റെ പ്രണയം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത്? ഒരു ദയവുമില്ലാതെ പെരുമാറുന്ന തന്റെ കൂടെപ്പിറപ്പിനോ? ശില്പ വീട്ടിൽ വന്ന് കയറുന്ന മുതൽ നിലത്തൊന്നുമല്ല. എന്റെ ശ്രീയേട്ടൻ എന്ന വാക്കിലൂടെ മാത്രം എല്ലാവർക്കും പരിചയപ്പെടുത്തൽ. അതേപോലെ പ്രശാന്തമായുള്ള വിവാഹത്തിന് സമ്മതം എന്നോണം സംസാരിക്കുന്ന മുഴുവൻ അവളാണ്. അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ കൂടുതൽ വേവലാതി ഇപ്പോൾ അവൾക്കാണല്ലോ. എന്തെങ്കിലും ദയ തോന്നി ശ്രീയേട്ടൻ വീണ്ടും തന്നിലേക്ക് തന്നെ വന്നു ചേരുമോ എന്ന പേടി. അങ്ങനെ ഓരോന്നും അവളിൽ ഉണ്ടാവും. ഇനിയില്ല മോളെ, ശ്രീയേട്ടനിലേക്ക് ഒരു മടക്കം. അതോർത്ത് നീ പേടിക്കണ്ട. ഇനിയൊരു വിവാഹ ജീവിതം പോലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ പ്രശാന്ത്, അയാളുമായുള്ള വിവാഹത്തിനും ഈ ജന്മമായ ഒരുക്കമല്ല. ഇനി അച്ഛൻ്റെ നിർബന്ധത്തിന് വഴി അങ്ങനെ ചെയ്യേണ്ടി വന്ന എൻ്റെ ശാപത്തിൽ മാത്രമേ അയാൾക്ക് താലി കെട്ടാൻ സാധിക്കുകയുള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. ആളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി. ഇനി ഈ പെണ്ണിനെ പരീക്ഷിക്കലേ ദൈവമേ. ഞാൻ ഈ വീടിന്റെ മൂലയിൽ എവിടെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. ഹൃദയം നുറങ്ങുന്ന വേദനയിൽ അവൾ ഒരുങ്ങി. ഉറക്കം തന്നെ തലോടിൽ നിന്നറിഞ്ഞിട്ടും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. റൂമിലെത്തി ഫ്രഷ് ആവാൻ പോലും നിൽക്കാതെ ഇന്ദ്രൻ ബെഡിലേക്ക് വീണു. മനസ്സാകെ കലങ്ങി മറിയുന്നു. മായ, അവളെ താൻ താലി കെട്ടാനോ? സാധ്യമല്ല തനിക്ക്. തന്റെ ഏട്ടന്റെ പെണ്ണായിട്ട് ഇന്നവരെ കണ്ടിട്ടുള്ളൂ. അതിലപ്പുറം മറ്റൊന്നും തോന്നിയില്ല. അങ്ങനെയുള്ള മായയെ താലി കെട്ടുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇല്ല, തനിക്കതിന് കഴിയില്ല. ഇല്ല! ഇന്ദ്രൻ അലറി. പെട്ടെന്ന് മുത്തശ്ശന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഈശ്വര, എന്റെ വാക്കുകൾ മുത്തശ്ശനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവില്ലേ? പ്രായമായ ആ മനസ്സിനെ ഇങ്ങനെ ഒറ്റ വാക്കിൽ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല. ആലോചിച്ച് പറയാമെന്തെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോ ഇന്ദ്രന് വല്ലാത്തൊരു വേദന ഉള്ളിൽ നിറഞ്ഞു. ഈ രാത്രി പെട്ടെന്നൊന്ന് പുലർന്നെങ്കിൽ മുത്തശ്ശനോട് മാപ്പ് ചോദിക്കാമായിരുന്നു. ടെൻഷൻ കൊണ്ട് അവന്റെ ഹൃദയം എന്തിനെന്നില്ലാതെ നീറി. മോനെ ഇന്ദ്ര. രാവിലെ വാതിലിനെ തട്ടിക്കൊണ്ട് അമ്മയുടെ വിളി കേട്ടാണ് ഇന്ദ്രൻ ഞെട്ടിയുണർന്ന്. കണ്ണുകൾ തിരുമ്മിയാവും ബെഡിൽ എഴുന്നേറ്റിരുന്നു. മോനെ. വീണ്ടും വിളിയുറന്നും അവൻ വേഗം വാതിലിന്റെ അടുത്തേക്ക് നടന്നു. എന്താ അമ്മേ? വാതിൽ തുറന്നുകൊണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു. എന്താ അമ്മയെന്നോ? നീ ഒന്ന് പോയി സമയം നോക്കിക്കേ. ഓഫീസിൽ പോകണ്ടേ നിനക്ക്? ആ അതന്നെ. അതിന് ഞാൻ അലാറം വെച്ചിട്ടുണ്ടല്ലോ. എപ്പോ? അവൻ വേഗം തിരിഞ്ഞാടുന്ന ബെഡിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. സമയം നോക്കുമ്പോ 9 മണി. അയ്യോ, അപ്പൊ ഇന്നലെ ഞാൻ അലാറം വെക്കാൻ മറന്നുപോയോ? എന്താടാ? യശോദ റൂമിലേക്ക് കയറി ചോദിച്ചു. അതമ്മേ, ഞാൻ ഇന്നലെ അലാറം വെക്കാൻ വിട്ടുപോയി. അമ്മയ്ക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? നല്ല കാര്യമായി പോയി. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു. അച്ഛനും മുത്തശ്ശനും കുറെ നേരം നിന്നെ താഴേക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പോയി വേഗം ഫ്രഷായി വാ. ശരി അമ്മ, ചെല്ല്, ഞാൻ വരാം. അല്ല, നിന്നെ എന്തിനാന്നല്ലേ മുത്തശ്ശൻ കാണുന്നെന്ന് പറഞ്ഞ്? അതോ, അത് ഓഫീസിലൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. പെട്ടെന്ന് വായിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. മോളെ, അവൻ എഴുന്നേറ്റില്ലേ? യശോദ താഴേക്ക് ഇറങ്ങിയ ശ്രീധരൻ ചോദിച്ചു. ആ, എഴുന്നേറ്റ് വെച്ചാ. അവൻ ഇന്നലെ അലാറം വെക്കാൻ മറന്നുപോയി പോലും. അത് കേട്ട് അദ്ദേഹം ഒന്ന് മൂളി. അവനാകെ വിഷമായിട്ടുണ്ടാവും. അതാ അലാറം വെക്കാൻ പോലും മറന്ന്. യശോദ അവിടുന്ന് പോയത് മുത്തശ്ശി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അത് വിട് ജാനകി, നീ വീണ്ടും അതിനെ പറയില്ലേ. ഇനി ഞാൻ അവനോട് ആ കാര്യം പറഞ്ഞു പോയി ക്ഷമ ചോദിക്കണം. അതും ആവാം. അങ്ങനെയല്ല പറഞ്ഞത്. എന്തായാലും അവൻ വരട്ടെ, ഞാൻ ചോദിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അത് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ശ്രീഹരിയും ശില്പയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോവാൻ റെഡിയായി. ശില്പയോട് 2 ദിവസം വീട്ടിൽ നിൽക്കണമെങ്കിൽ നിന്നോ എന്ന് ശ്രീഹരി പറഞ്ഞിട്ടും അതിനവൾ തയ്യാറായില്ല. ഇനി ഉടനെ തന്നെ ചേച്ചിയുടെ നിശ്ചയത്തിന് വരാമെന്ന് പറഞ്ഞ് ശ്രീഹരിക്കൊപ്പം അവൾ ഇറങ്ങി. ശ്രീഹരി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയതും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. സീറ്റ് ഔട്ടിൽ മായയടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. യാത്ര പറയാനെന്നോണം ശ്രീഹരി മായയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടത്തിൽ ഒരു വാടിയ ചിരി അവളിൽ നിറഞ്ഞു നിന്നു. ശ്രീഹരി വേദനയോടെ വേഗത്തിൽ തന്റെ കാറിലേക്ക് കയറി. പിന്നാലെ ശില്പയും. എത്ര തന്നെ മായ്ക്കാൻ ശ്രമിച്ചാലും നീ എൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി എന്നും ഉണ്ടാവും പെണ്ണെ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ശ്രീഹരി വണ്ടി മുന്നോട്ടെടുത്തു. വീടെത്തും വരെ ശില്പ എന്ത് ചോദിച്ചിട്ട് അതിന് മറുപടിയും ശ്രീഹരിയിൽ നിന്നുണ്ടായില്ല. അപ്പോഴേക്കും അവന്റെ മനസ്സിൽ പ്രശാന്തിൽ നിന്നും മായി എങ്ങനെ രക്ഷിക്കാമെന്നായിരുന്നു. ശില്പടക്കം ആരോട് ഈ കാര്യം തനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിന് പല അർത്ഥങ്ങളും പലരും കാണും. ഇനിയൊരു മടക്കി യാത്ര അവളിലേക്കില്ലെങ്കിലും അവൾ സന്തോഷമായി ജീവിക്കണമെന്നൊരാഗ്രഹം മാത്രമാണ് ഇന്നുള്ളത്. പക്ഷേ ആ പ്രശാന്ത്, അവന് താലിക്ക് നേരെ അവളുടെ കഴുത്ത് നീളാൻ പാടില്ല. അതിനുള്ള വഴി കണ്ടെത്തണം. ശ്രീയേട്ടാ,
ശ്രീമംഗലത്തിന്റെ ഗേറ്റ് കടന്ന് ശ്രീഹരിയുടെ കാറ് മുറ്റത്തേക്ക് കയറിയതും ശില്പം തട്ടിക്കൊണ്ട് അവനെ വിളിച്ചു. എന്താണെന്ന് അർത്ഥത്തിൽ ശ്രീഹരി ശില്പയെ തലയിരിച്ചെന്ന് നോക്കി. എന്താ പെട്ടെന്ന് വല്ലാതായത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, മുഖമൊക്കെ വല്ലാണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ലടി, ഓഫീസിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ ഒരു... ആ ഞാൻ കരുതി. എന്നാ നീ അറിയോ, ഞാൻ വീട്ടിലേക്ക് ഇറങ്ങില്ല. ഓക്കെ? അവൾ പറയാൻ വന്ന കാര്യം പറയാൻ അനുവദിക്കാതെ അവൻ വേഗത്തിൽ പറഞ്ഞു. ഓക്കെ ശ്രീയേട്ടാ. അവൻ പറഞ്ഞ അവൾ വേഗത്തിൽ ഇറങ്ങി. ഇന്ദ്ര! ഹോൺ അടിച്ചുകൊണ്ട് ശ്രീഹരി പുറത്തേക്ക് നോക്കി വിളിച്ചു. ഇന്ദ്രൻ കുഞ്ഞ് പോയല്ലോ ശ്രീമോനെ. ശ്രീമംഗലത്ത് ജോലി ചെയ്യുന്ന നാരായണി ചേച്ചി അവൻ്റെ വിളി കേട്ട് അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അതിപ്പോ കുറച്ച് നേരെയായുള്ളൂ കുഞ്ഞെ, നാരായണി ചേച്ചി പറഞ്ഞു. അവൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും മുത്തശ്ശൻ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു. മുത്തശ്ശ, ഇന്ദ്രൻ എന്താ പെട്ടെന്ന് പോയത്? അറിയില്ല മോനെ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അല്ല, ഇന്നലത്തെ കാര്യം മുത്തശ്ശ? മുത്തശ്ശ അവനോട് സംസാരിച്ചോ? ശ്രീഹരി 4 ഭാഗം നോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചു. ഒരു രക്ഷയില്ലടാ. അതിനുശേഷം അവനും നേരെ ഇവിടെ ആരോടും മിണ്ടിയിട്ട് പോലുമില്ല. അയ്യോ, അത്രയ്ക്ക് സീരിയസ് ആണോ? ആണെന്ന് തോന്നുന്നു. നമുക്ക് ആ കേസ് അങ്ങ് വിട്ടുകളയാം മോനെ. മുത്തശ്ശ, അതെ, നീ ഈ തലയിൽ നിന്ന് അതങ്ങ് വിട്ടേക്ക്. ഇപ്പൊ നീ പോവാൻ നോക്ക്. ഓക്കെ മുത്തശ്ശ, വൈകിട്ട് കാണാം. ശ്രീഹരി മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് വേഗത്തിൽ കാറിൽ കയറി പോയി. മോളെ ശ്രീകുട്ടി, നീ കോളേജിലേക്കല്ലേ? അതെ അച്ഛാ. എന്നാ വാ, ഞാൻ ആ വഴിക്കാ പോകുന്നു. ശരി അച്ഛാ, ഒരു 2 മിനിറ്റ് ദേ വന്നു. സത്യേട്ടാ? എന്താടി? അതെ, നമുക്ക് മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ? ഞാൻ പോയി അച്ഛനോട് ഏട്ടനോട് സംസാരിച്ചാലോ? അവിടെ പഠിപ്പൊന്ന് കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ദ്രന്റെ മനസ്സുകൂടെ അറിഞ്ഞിട്ട് പോരെ ഈ സംസാരവും തീരുമാനമൊക്കെ. ഇനി അവന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ? ഒന്നും മിണ്ടാതിരുന്നേ മനുഷ്യ. അവന്റെ മനസ്സിൽ നമ്മുടെ മോളല്ലാതെ ഒരാളുമില്ല. നിങ്ങൾ പറഞ്ഞു ഉണ്ടാക്കാതിരുന്നാ മതി. ഞാനൊരു സത്യം പറഞ്ഞാടി, നീ ചൂടാവാൻ പറഞ്ഞല്ല. അച്ഛാ, ഞാൻ റെഡി, പോവാ. എന്നാ ഞങ്ങൾ ഇറങ്ങി. സത്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതെ, ഞാൻ പറഞ്ഞ കാര്യം. ഉമ്മയാളുടെ അരികിലേക്ക് വന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു. നീ നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യ്, ഞങ്ങൾ പോയി. ശ്രീകുട്ടി വന്ന് കയറിയതും അദ്ദേഹം വണ്ടി മുന്നോട്ടെടുത്തു. അച്ഛനും അമ്മയും എന്താ പറയുന്നതെന്നറിയാതെ അമ്പരപ്പോടെ ശ്രീകുട്ടി അച്ഛനെയും അമ്മയെയും നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.